2019 രാജ്യത്ത് വന്ന ഏറ്റവും വലിയ പഠന റിപ്പോർട്ടാണ്. ഈ പഠന റിപ്പോർട്ടിൽ മയക്കുമരുന്നിന്റെ ഉപഭോഗം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ്. അതുപോലെ തന്നെ ലഹരി ഉപഭോഗം, മയക്കുമരുന്നല്ല മറ്റു ലഹരികളുടെയും ഉപഭോഗത്തിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്നവർ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി. ഒന്ന് കണക്കെടുത്ത് നോക്കാം. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. അപ്പോ വലിയ പ്രസംഗം പ്രസംഗിക്കുന്നവർ ആദ്യം അവരുടെ സംഘടനയെയും അവർ റെപ്രസെന്റ് ചെയ്യുന്ന വിഭാഗത്തെയും ഒന്ന് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇപ്പോ ചില സിനിമകളുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന, ഏറ്റവും കൂടുതൽ അക്രമം സംഘടിപ്പിക്കുന്ന ആള് ഹീറോയായി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ്. സിനിമയുടെ തലയിൽ മാത്രം വെക്കുന്നത്. ഒരു സംശയം സംശയം എന്നും നല്ലതാണ്. രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഉത്തരം പറ. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അതൊന്നും എനിക്കറിയാൻ മേല. അതോ അവരെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കാനും അവർക്കെതിരെ ആഹ്വാനം നടത്തുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത്? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞാൻ എന്റെ സഹപാനലിസ്റ്റായ CPM-ന്റെ നേതാവിനെ അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. കേരളത്തിലെ നമ്മള് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താമരശ്ശേരിയിലും വെഞ്ഞാറമൂട്ടിലുമൊക്കെ ഉണ്ടായ കേസുകളെ പറ്റി ശ്രീമതി ഷാനി ചോദിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് ആന്ധ്രാപ്രദേശിനെയും പശ്ചിമ ബംഗാളിനെയും അതുപോലെ തന്നെ ഒറീസയും ഒക്കെ മാത്രമാണ് ഉദാഹരിക്കുന്നത്. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോഴീ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാതെ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ നാട് നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. കേരളത്തിലെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം ക്രിമിനൽസിന്, ആ ക്രിമിനൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുലദൈവം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ്. ലഹരി ഉപയോഗിക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ ഏതാണ്ട് ഒരു 10-45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ബോറം പ്രസംഗം കേൾപ്പിക്കലായിരുന്നു ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അത് കേട്ട് കഴിഞ്ഞാൽ, ലഹരിയെ പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിങ്ങനെ വിരസമായ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ടെങ്കിലും ആ കുട്ടികൾ ഇതൊക്കെ നിർത്തിപ്പോകാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലായിട്ടുണ്ട്. അതല്ല അതൊരു മെച്ചവും ഞാൻ ആ പ്രസംഗത്തിനകത്ത് കണ്ടിട്ടില്ല. എന്റെ എല്ലാ മാനവും പോയി. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഒന്ന് ഈ ഭരണപക്ഷാംഗങ്ങളെല്ലാം സംസാരിക്കുന്നത് കേട്ടു. അവര് സംസാരിച്ചത് ഏത് കേരളത്തെ പറ്റിയിട്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല സർ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അത് ഞങ്ങൾ താമസിക്കുന്ന ഏതാണ്ട് 3.5 കോടി മലയാളികളുള്ള കേരളത്തെ പറ്റിയിട്ടല്ല ഈ ഭരണപക്ഷാംഗങ്ങൾ പറഞ്ഞിട്ടുള്ള കേരളം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല സർ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എനിക്ക് ചോദിക്കാനായിട്ടുള്ള സാർ, നിങ്ങൾക്ക് ഈ നാടിനോട് എന്താണ് ഇത്ര വൈരാഗ്യം? എന്തിനാണ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും നികുതി ഈ നാട്ടിലുണ്ടോ? അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. നിങ്ങൾ വെള്ളക്കരം കൂട്ടിയില്ലേ? വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് മാത്രമല്ല, ഈ വർഷവും കൂട്ടും അടുത്ത വർഷവും കൂട്ടുമെന്ന് പറയുന്ന ആദ്യത്തെ സർക്കാരല്ലേ നിങ്ങളുടെ സർക്കാർ? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചപ്പോ പറഞ്ഞത് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാ. അപ്പൊ നിങ്ങൾ പെൻഷൻ കൊടുത്തോ? പെൻഷൻ കൊടുത്തിട്ടില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതിലെ കിലുക്കത്തി ഭക്ഷണം ചോദിക്കുന്ന ജഡ്ജിയാമന്റെ അവസ്ഥയാണ് ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർക്കുള്ളത്. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇവരെ പേടിച്ച് കേരളത്തിൽ ഒരു കുട്ടിക്ക് ജനിക്കാനോ ജനിച്ച ഒരാൾക്ക് മരിക്കാനോ പോലും പേടിയാണ് സാർ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. ഒരു തർക്കക്കാരൻ. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വരെ ചാർജ് കൂട്ടുന്ന കൊള്ളക്കാരായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. കൊല്ലത്ത് സമ്മേളനം നടത്തിയപ്പോ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു സുഹൃത്തായ CPM-കാരനോട് പറഞ്ഞു, നിങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച നവകേരള രേഖയുണ്ടല്ലോ, അതൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? സുഹൃത്തെ, നിങ്ങൾക്ക് ഡോക്യുമെന്റ് മാറിയെന്നാ തോന്നുന്നത്. നിങ്ങൾ ഏതോ BJP-യുടെ രേഖയാണ് അയച്ചത്.
നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് ആ CPM രേഖ അയച്ചു എന്ന് പറഞ്ഞപ്പം അയാൾ എന്നോട് പറഞ്ഞു, അല്ല ഇത് BJP അല്ല, ഞങ്ങളുടെ തന്നെ രേഖയാണ് സാർ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. ഇവരുടെ ആർത്തി ഉണ്ടല്ലോ സാർ, ഇവർ എഴുതിയിരിക്കുന്ന രേഖയിലെ വാക്കുകളിൽ പോലും ഇവർക്ക് നാട്ടിലെ മനുഷ്യന്മാരെ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആർത്തി വ്യക്തമാണ് സാർ. മുതലും പലിശ ചേർത്ത് കിട്ടി. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇവരും ചമ്പൽ കൊള്ളക്കാരും കുറുവാ സംഘവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ? ഇവൻ എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്നത്. ചമ്പൽ കൊള്ളക്കാരും കുറുവാ സംഘവും അവർ കൊള്ളയടിക്കുന്നതിന് മുന്നേ സമ്മേളിക്കും, വലിയ ആഡംബരമൊന്നുമില്ല. ഇവർ പക്ഷെ കൊള്ളയടിക്കുന്നതിന് മുന്നേ വലിയ സമ്മേളനം നടത്തും സാർ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കൊള്ളാം. കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള സംഘമായി ഈ സർക്കാരും ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി മാറുകയാണ് സാർ. ഒരക്ഷരം പോലും തെറ്റിയില്ല. സർ, ആദ്യമായിട്ട് കേരളത്തിൽ ആശമാർക്ക് ഓണറേറിയം പ്രഖ്യാപിക്കുന്നത് LDF സർക്കാരാണ് എന്നൊക്കെ പറയണ്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. സർ, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. എങ്ങനെ എന്താ വിശ്വാസമാവണില്ലേ? എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം ഇല്ലാത്തതായി ഉള്ളൂ. കഴിഞ്ഞ 3 വർഷമായി സർ കമ്പ്യൂട്ടർ സാക്ഷരത എല്ലാ ആശമാർക്കും കമ്പ്യൂട്ടർ സാക്ഷരത നൽകിയ സംസ്ഥാനമാണ് സർ കേരളം. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എങ്ങനെ കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ട ആശമാരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കാമെന്നുള്ളതിന്റെ നല്ല മാതൃകയാണ് സാർ കേരളം കാണിക്കുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അങ്ങനെയാണ് നമ്മൾ കേരളം മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും സാർ. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്ന ആ സാധുക്കൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ 7000 രൂപ മാത്രമാണ് സാർ. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? 7000 രൂപ എന്ന തുച്ഛമായ ശമ്പളം പോലും കഴിഞ്ഞ 3 മാസക്കാലമായി മുടങ്ങിയതിന്റെ പേരിലല്ലേ സാർ അവർക്ക് സമരമിരിക്കേണ്ടി വന്നത്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? എന്ന് തൊട്ടാണ് സാർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര അയിത്തമായി തോന്നി തുടങ്ങിയത്? കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിച്ച പാർട്ടിക്കാരല്ലേ സാർ ഇവർ? ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത്രയും വിശദീകരണങ്ങൾ ആ ആശാ വർക്കർമാരോട് നടത്തിയോ സാർ? ആ ആശാ വർക്കർമാർ കൊടുത്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലേ സാർ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് സഭയിൽ വന്ന കേരളം നമ്പർ 1 എന്ന് ഈമ്പ് കൊള്ളുന്നത്? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് ആ വനിതകൾ, ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ, അവർ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുവാൻ, അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരണ്ട, ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിലിരിക്കുന്ന എല്ലാവരും വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സാർ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ സാർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത്? വോട്ട് ചോദിക്കാൻ പോകുമ്പോ കൊച്ചു വെളുപ്പാങ്കാലത്ത് പോകാം, പാതിരാത്രിയിൽ പോകാം. പക്ഷെ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.